എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ ആരൊക്കെ സ്നേഹിക്കുന്നു, കർത്താവിനെ ആരൊക്കെ രക്ഷകനായി കരുതുന്നു, എൻ്റെ കർത്താവാണ് എനിക്കെല്ലാം എന്ന് ആര് വിശ്വസിക്കുന്നു, അവർക്ക് ഓരോരുത്തർക്കും എന്ത് വിഷയങ്ങളാണോ, കടബാധ്യതകളാണോ, കടബാധ്യതകളാൽ ഒരു നിമിഷം പോലും തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, കടബാധ്യത മൂലം ഒരു മനുഷ്യരോട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അപ്പം ഈ കടബാധ്യത മൂലം എനിക്ക് ഒരു നേരത്തെ വെള്ളം കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അപ്പം രോഗാവസ്ഥയിൽ, അപ്പം ഈ രോഗം മൂലം മരണതുല്യമായ അവസ്ഥയാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ വിവാഹം, അപ്പം ജോലി തടസ്സം, അപ്പം ഇന്ന് ദിവസം ഇന്ന് ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും, അങ്ങനെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും പരിശുദ്ധ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമക്കൾ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കുന്ന മക്കള്, യേശുവിൻ്റെ വചനം ലോകപ്രശസ്തമായി ലോകത്തെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, അപ്പം ആ കർത്താവിനെ അറിയാൻ വേണ്ടി യാചിക്കുന്ന മക്കള്, അങ്ങനെ ഓരോ അവസ്ഥകളും ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളാണോ അത് അവരവർക്കേ അറിയത്തുള്ളൂ. പക്ഷെ ആ ഏത് സാഹചര്യങ്ങളിലും ആ അവസ്ഥകളിലും കർത്താവ് കൂടെ നിൽക്കുന്നെന്ന് വിശ്വസിക്കുന്നവർക്ക് യേശയ്യ 59:16 വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക. കർത്താവ് ഏത് അവസ്ഥകളിലാണെങ്കിലും യേശയ്യ 59:16 ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് എന്ത് പ്രശ്നങ്ങളാണോ അത് അവിടുന്ന് പരിഹരിക്കപ്പെടും. അപ്പൊ വചനം വാളായി അവരുടെ ഉള്ളിൽ കടന്നു ചെന്ന് ആ വിഷയത്തിൽ, ആ കടബാധിതരുടെ പ്രശ്നത്തിൽ, ആ രോഗത്തിന്റെ പ്രശ്നത്തിൽ, ആ വിവാഹ തടസ്സത്തിന്റെ പ്രശ്നത്തിൽ, ആ ജോലി തടസ്സത്തിന്റെ പ്രശ്നത്തിൽ, മനസ്സമാധാനമില്ലാത്തതിന്റെ പ്രശ്നത്തിൽ, മദ്യപാനം മൂലം കുടുംബസമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ ആ വചനം യെശയ്യാ 59:16 അവിടത്തോട് ചേർത്ത് വെച്ച് അവിടുന്ന് ആരുമില്ലെന്ന് കരുതുന്നു, അവിടുന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു, സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി. അതെ, യേശുവിൻ്റെ നാമത്തിൽ ആരുമില്ലെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ആ അവസ്ഥയിൽ യേശു തന്നെ, യേശുവിൻ്റെ കരം തൊട്ട് അവിടുന്ന് അവരെ അനുഗ്രഹിക്കുന്നു. അപ്പൊ വിശ്വസിക്കുക, ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ സാഹചര്യത്തിൽ അപ്പൊ മരിച്ച് ഉയർത്ത് എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ എൻ്റെ ഗ്രൂപ്പിൽ എനിക്ക് ജിജോ ബ്രദർ ഉണ്ട്. ആ ജിജോ ബ്രദർ പറയുന്നു ഞാൻ മരിച്ചതാണെന്ന്, ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്തു ഞാൻ മരിച്ചെന്ന്. എങ്കിൽ ആ മരിച്ചെടുത്തെന്ന് ഇന്ന് 3 മാസമായി കൃപാലയം ഗ്രൂപ്പിൽ സാക്ഷ്യമാനെന്ന് വചനം പറയുന്നത് യേശുവിൻ്റെ നാമത്തിലാണെങ്കിൽ ഈ വചനം സത്യമാണ്. ഈ വചനമാണ് ആ മരിച്ച വ്യക്തിയെ ജീവിക്കാൻ കാരണമായത്. അപ്പൊ ക്യാൻസർ രോഗിയെ, ചേച്ചി എനിക്ക് ക്യാൻസറാണ്, എന്നെ സൗഖ്യമാക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മുട്ടിപ്പായി 3 മാസം എന്നോട് പറഞ്ഞു. ആ വ്യക്തി ക്യാൻസർ ഇല്ലെന്ന് ഡോക്ടർ വിധി എഴുതിയെങ്കിൽ ഈ വചനത്താലാണ് ആ വ്യക്തിക്ക് ക്യാൻസർ ഇല്ലെന്നായത്. 6 മാസമായി ശമ്പളം കിട്ടാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ചേച്ചി എനിക്ക് 6 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല, എനിക്ക് എങ്ങനെയും പ്രാർത്ഥിച്ച് ചേച്ചി എനിക്ക് ആ ശമ്പളം വാങ്ങിത്തരണം. യേശുവപ്പൻ്റെ വചനം ഈ വചനമാണ്, യെശയ്യാ 59:16. എങ്കിൽ പല 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 സഹോദരങ്ങൾക്കും പല മക്കൾക്കും ഈ വചനം കേട്ട് അനുഗ്രഹവും ആശീർവാദവും പരിശുദ്ധ അഭിഷേകവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഇത് കേൾക്കുന്ന ഏത് വ്യക്തിയാണോ, ഏത് മനുഷ്യനാണോ, ഏത് സാഹചര്യത്തിലാണോ ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമില്ല, രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് കരുതുന്ന അവസ്ഥയിൽ നീ തകർന്നിരിക്കുകയാണോ, നിന്റെ പ്രശ്നം ഒരു നിമിഷം പോലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണോ എങ്കിൽ യെശയ്യാ 59:16 കേൾക്കുക. ഇപ്പോൾ ഈ നിമിഷം ഈ കേൾക്കുന്ന പ്രാർത്ഥന ആരുടെയൊക്കെ ഹൃദയത്തിലാണോ, ഇരുതരം മൂർച്ചയുള്ള വാളിനെ പോൽ തുളർച്ച കയറി അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതേ ഓർത്ത് യേശുവൻ നന്ദി പറയുന്നു. അപ്പൊ 15 ദിവസത്തിനുള്ളിൽ ഈ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയും എനിക്ക് സാക്ഷ്യം പറയാൻ, യേശുവിൻ്റെ മുമ്പിൽ സാക്ഷ്യമാകാൻ അവിടുന്ന് വഴിയൊരുക്കുന്നതേ ഓർത്ത് നന്ദി പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ സ്തുതിയായിരിക്കണമേ. ആമേൻ.